السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ അനുഗ്രഹീതമായ സ്ഥാപനത്തിൽ ഇഖ്റ മഖ്റജാനുൽ ഖുർആനിൽ ആലമി എന്ന പേരിൽ നടക്കുന്ന ഈ ഗ്ലോബൽ ഖുർആൻ ഗാല, അതിൻ്റെ സമാപന പരിപാടിയിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൻ്റെ ശഫാഅത്ത് ലഭിക്കാൻ കാരണമാകുന്ന അമലുകളിൽ നമ്മുടെ എല്ലാ അമലുകളും പെടുത്തി തരുമാറാകട്ടെ. ഒന്ന് കുറച്ച് ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ, സാധാരണ ഞാൻ തിരിച്ചാ പറയൽ, ഇപ്പം ഭയങ്കര ചൂട്. പരിശുദ്ധ ഖുർആൻ ലോകസഖാവായ അല്ലാഹു തആല ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായി ജീവിക്കാൻ സന്നദ്ധരാകുന്നവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന, സന്മാർഗത്തിലേക്ക് എത്തിക്കുന്ന ഗ്രന്ഥമായി ഇറക്കപ്പെട്ടതാണ്. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ആ ഖുർആൻ മുഖേന തന്നെ പലരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിഴപ്പിക്കുകയും പലരെയും അല്ലാഹു തആല ഖുർആൻ മുഖേന ഹിദായത്താക്കുകയും ചെയ്യും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം ആരെയും പറഞ്ഞ് അറിയിക്കേണ്ടതില്ല. അത് അല്ലാഹുവിൻ്റെ വചനങ്ങളാണ്. ആ മഹത്തായ വചനങ്ങൾ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങിയ ഒരു രാത്രി, ആ രാത്രിയുടെ ബഹുമാനം തന്നെ ചിന്തിച്ചാൽ ഖുർആനിൻ്റെ ബഹുമതി ആർക്കാണ് പറഞ്ഞു തീർക്കാൻ സാധിക്കുക? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് ലൈലത്തുൽ ഖദ്റിലാണ്. ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് അങ്ങയുടെ അറിവ് എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധാരണ നിലക്ക് അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഖുർആൻ വമാ അദ്റാക എന്ന് പ്രയോഗിക്കുന്നത്. വമാ യുദിരീക എന്ന് പ്രയോഗിക്കുമ്പോൾ
അത് സാധാരണ നിലക്ക് അറിയിക്കപ്പെടാത്ത വിഷയമായിരിക്കുമെന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതിനർത്ഥം എല്ലാ സ്ഥലത്തും അങ്ങനെ ആകണം എന്നില്ല, സാധാരണ നിലക്ക് ഞാൻ കൂട്ടിപ്പറഞ്ഞത് അതുകൊണ്ടാണ്. ഏതായിരുന്നാലും ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. അതിന് പറഞ്ഞെന്താണ്? ആ രാത്രിയിലാണ് ഖുർആൻ നമ്മൾ ഇറക്കിയത്. ഖുർആൻ ഇറക്കപ്പെട്ടപ്പോൾ ആ ഒരൊറ്റ രാത്രിക്ക് വലിയ പുണ്യമുണ്ടായി. ആ രാത്രി ഉൾക്കൊള്ളുന്ന മാസത്തിന് മുഴുവനും വലിയ പുണ്യമായി. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പോൾ ഖുർആനിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമുക്ക് അളന്ന് കണക്കാക്കാൻ പറ്റാത്ത മഹത്വമുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ മറ്റ് ഗ്രന്ഥങ്ങളെപ്പോലെ അല്ല. മറ്റ് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഫുർഖാനുൽ അളീം ഇങ്ങനെ 4 ഗ്രന്ഥങ്ങളാണല്ലോ നമ്മൾ കിതാബുകളായി വിശ്വസിക്കുന്നത്. സുഹഫുകളായി വേറെയും ഉണ്ട്, ഏടുകൾ. അതിലെല്ലാം വിശ്വസിക്കുമ്പോഴാണല്ലോ അൽ ഈമാനു ബില്ലാഹി മലായികത്തിഹി വ കുതുബിഹി എന്ന് പറഞ്ഞ കിതാബുകളിൽ വിശ്വസിക്കലുണ്ടാകുന്നത്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. കാരണം തൗറാത്തിൻ്റെ യഥാർത്ഥ കോപ്പി, ഇഞ്ചീലിൻ്റെ യഥാർത്ഥ ഒറിജിനൽ കോപ്പി, സബൂറിൻ്റെ ഒറിജിനൽ കോപ്പി എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ന് അത് ലഭ്യമായി കൃത്യമായി കാണിച്ചു കൊടുക്കാൻ തന്നെ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. ദാമത്ത് ലദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയ്യീന ഇദ് ജാഅത് വലം തദുമീ. ഖുർആൻ എന്നെന്നും നിലനിൽക്കുകയാണ്. അതിൻ്റെ ഗാംഭീര്യത്തോടുകൂടിയും പ്രൗഢിയോടുകൂടിയും അതിൻ്റെ സത്യസന്ധതയോടുകൂടിയും സംരക്ഷണത്തോടുകൂടിയും നിലനിൽക്കുകയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അങ്ങനെ അതിനെ സംരക്ഷിക്കുകയെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത് പ്രഖ്യാപിച്ച ഒരു വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ ഒരക്ഷരവും മാറ്റത്തിരുത്തലുകൾ വരാതെ, ഒരു വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാതെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ സംരക്ഷിക്കപ്പെടും. ആ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന ഖുർആനിൻ്റെ വക്താക്കളായ, ഖുർആൻ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നവരായ, ഖുർആൻ വിശ്വസിക്കുന്നവരായ വിശ്വസ്തരായ ഒരു സമൂഹത്തെയും അല്ലാഹു തആല ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്നാൽ ഖുർആൻ മുഖേന തന്നെ പലരും പിഴക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഖുർആൻ മുഖേന ഹിദായത്താകുന്ന ധാരാളം ആളുകൾ അന്നും ഇന്നും എന്നും ഉണ്ട്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിപ്പുറപ്പെട്ട ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്തപ്പോൾ അവിടുത്തെ ഹൃദയത്തിൽ ഈമാനിൻ്റെ വെളിച്ചം വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സർവ ഔലിയാക്കളിലും വലിയ പ്രമുഖനായ, ലോകം മുഴുക്കെയുള്ള അഖ്താബുകളിൽ 2ാം സ്ഥാനമർഹിക്കുന്ന ഖുത്ബായി മാറി. അത് ഖുർആൻ മുഖേനയാണ്. അതുപോലെ ഖുർആൻ കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് എത്രയെത്ര ആളുകളാണ് അതിൻ്റെ ശേഷവും അതിനു മുമ്പും സന്മാർഗത്തിലേക്ക് വന്ന മഹാന്മാരായിട്ടുള്ളത്. ആ പരിശുദ്ധ ഖുർആൻ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും റെഡിയായ നേർക്ക് നേരെയുള്ള ആശയത്തിലേക്ക്
മനുഷ്യനെ വഴിതിരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇന്നും നിങ്ങൾ എടുത്തു നോക്കൂ, ഖുർആനിൻ്റെ ശബ്ദം എപ്പോഴും ളുൽമിന് എതിരാണ്, അക്രമത്തിന് എതിരാണ്. എന്നും ഖുർആനിൻ്റെ ശബ്ദം നീതിക്കനുകൂലമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, എന്നും ജനങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്നതിന്, ഉപകാരം ചെയ്യുന്നതിന് അനുകൂലമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ, കുടുംബത്തിന് അടുത്തവർക്ക് നൽകുന്നതിന് അനുകൂലമാണ്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ അരുതാത്തതിനെയും വിരോധിക്കുന്ന ഗ്രന്ഥമാണ്. വൽ ബഗി, അക്രമത്തെ വിരോധിക്കുന്ന ഗ്രന്ഥമാണ്. അങ്ങനെ ഏറ്റവും ഉന്നതമായ പവിത്രമായ ആശയങ്ങൾ ലോകത്ത് വിതരണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ. വർഗീയത ഖുർആൻ പഠിപ്പിക്കുന്നില്ല, മറിച്ച് പ്രീണിപ്പിച്ച് ആനുകൂല്യങ്ങൾ കൊടുത്ത് സത്യത്തിൽ നിന്ന് മാറ്റി മറിക്കാമെന്ന് കരുതിയ മുശ്രിക്കുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഓഫർ നൽകി. എന്തേ വേണ്ടു? ഖുർആൻ പഠിപ്പിക്കുന്ന തൗഹീദ്, ഖുർആൻ പഠിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം, ആ ആശയം അനുസരിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്നതോടുകൂടി തന്നെ ഞങ്ങളെ കൂടെ കൂടി തന്നാൽ എന്തും തരാം. അപ്പോഴാണല്ലോ ഖുർആൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. എനിക്ക് എൻ്റേതായ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. എൻ്റെ ഈ ആശയം അതിന് ഒരു ചെറിയ തരിമണി പോലും ആശയത്തിൽ വ്യത്യാസം വരുത്തുകയില്ല. നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്ന അല്ലാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്നാണല്ലോ ആ സമയത്ത് ഖുർആനിൽ ആയത്തിറങ്ങിയത്. വർഗീയതയില്ല, ലാ ഇക്റാഹ ഫിദ്ദീൻ. ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി ഇല്ല. ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞു, ആരെയും നിർബന്ധിച്ച് കൊണ്ടുവരൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ സത്യം ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ എല്ലാ തെളിവുകളും കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. തിബിയാനൻ ലികുല്ലി ശൈ. പക്ഷേ വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫഅൻത തുക്രിഹു الناس ഹത്താ യകൂനൂ മുഅ്മിനീൻ. ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കടത്തുന്ന പരിപാടി ഇല്ല. തുറന്ന് പറയല്ലേ ഖുർആൻ. ആർക്കാണ്, ഏത് കാലഘട്ടത്തിലാണ് ഖുർആനിൻ്റെ ആശയങ്ങളെ അവമതിക്കാൻ സാധിക്കുക? ആ പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ ശരിയായ വ്യാഖ്യാനം, അതിൻ്റെ ശരിയായ വിവരണം അത് നൽകാൻ അള്ളാഹു ആധികാരികമായി ഏൽപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. അങ്ങയിലേക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അങ്ങയിലേക്ക് ഇറക്കിയത് എന്തിനാ? ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് വിശദീകരണം
ആവശ്യമാണ്, അനിവാര്യമാണ്. അതുണ്ടാകുമ്പോൾ മാത്രമേ ഖുർആൻ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം മാറ്റിവെച്ചുകൊണ്ട് ഒരാൾ ഖുർആൻ മനസ്സിലാക്കാൻ തുനിഞ്ഞാൽ അദ്ദേഹം വലിയ അപകടത്തിലും പിഴവിലും ചാടിപ്പോകും. ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കേവല സാധാരണ മനുഷ്യനാണ് എന്ന് വാദിക്കുന്ന പുത്തനാശയക്കാരുണ്ടായി. കാരണം അവർ ഖുർആനിൻ്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണം അനുസരിച്ച് മനസ്സിലാക്കാൻ തുനിഞ്ഞില്ല. അവർ സ്വന്തത്തിൽ ഇഷ്ടം പോലെ അവരുടെ അറിവുകേട് മാനദണ്ഡമാക്കി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ അല്ലാഹു തആല ഇറക്കിയ ആയത്താണ് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. പറയൂ നബിയേ, ഇന്നമാ അന ബശറുൻ, നിശ്ചയം ഞാൻ മനുഷ്യൻ മാത്രമാണ്, ഞാൻ മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഏത് ബുദ്ധിയുള്ളവനും മനസ്സിലാക്കാൻ സാധിക്കുക? മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ജിന്നല്ല, ഞാൻ ഒരിക്കലും മലക്കല്ല, ഞാൻ ഒരിക്കലും ദൈവമല്ല, ഞാൻ ഒരിക്കലും ദൈവപുത്രനല്ല, അങ്ങനത്തെ ഒന്നുമല്ല, ഞാൻ മനുഷ്യൻ മാത്രമാണ്. മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ, നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാൻ മനുഷ്യൻ മാത്രമാണ്. പക്ഷേ നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ അല്ല. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു, നിങ്ങൾക്ക് വഹിയില്ല. നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് എന്നവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ഈ ആയത്തിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും എല്ലാം തെറ്റിപ്പോകും. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു, നിങ്ങളെപ്പോലെ അല്ല എന്നാണ് അവിടെ ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാൻ മനുഷ്യൻ മാത്രമാണ്, ഞാൻ ജിന്നും മലക്കും ഒന്നും അല്ല. ഇതും അവിടെ പഠിപ്പിക്കുന്നു. അവിടെ ദുർവ്യാഖ്യാനം നടത്തുന്നവർ എങ്ങനെ വെച്ചു അർത്ഥം? അവർ ഇന്നമാന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് എന്ന് അർത്ഥം വെച്ചു. നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് എന്നാണോ അതിൻ്റെ അർത്ഥം? നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ എന്നാണോ അർത്ഥം? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് ആകാശങ്ങളെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു വമിനൽ അർളി മിഥ്ലഹുന്ന, ഭൂമിയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട് മിഥ്ലഹുന്ന. അതിൻ്റെ അർത്ഥം എന്താണ്? ആകാശങ്ങളെപ്പോലത്തെ ഭൂമിന, ആകാശങ്ങളെപ്പോലത്തെ ഭൂമി ഉണ്ടാവോ? പിന്നെ ഭൂമിയാണ്. അപ്പോ ആ ആകാശങ്ങൾ പോലെ, ആകാശങ്ങൾ 7 ഭൂമിയും 7. അതിനെ സംബന്ധിച്ചാണ് മിഥ്ലഹുന്ന എന്ന് പറഞ്ഞത്. ഇതുപോലെ വലാ ത്വാഇരി യതീറു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നു ഇല്ലാ ഉമമുൻ അംസാലുക്കും, പറവകളും ജീവികളുമൊക്കെ അവകൾ സമൂഹങ്ങളാണ്, അംസാലുക്കും നിങ്ങളെപ്പോലെ എന്നല്ലാതെ നിങ്ങളെപ്പോലെയാണ്, നിങ്ങൾക്കുണ്ട് ചിറക് അവർക്കുണ്ട് ചിറക് എന്നാ അങ്ങനെ ആരെങ്കിലും അതിനർത്ഥം മനസ്സിലാക്കും? സുഹൃത്തുക്കളെ, അതേ ഖുർആൻ വളരെ പച്ചയായി പറഞ്ഞില്ലേ, യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നബിയുടെ ഭാര്യമാരെ നിങ്ങളാരും വേറെ സ്ത്രീകളെ പോലെ അല്ല. എന്താ കാരണം? നബിയുടെ ഭാര്യയായി എന്നത് തന്നെ. നബി സല്ലല്ലാഹുവിന്റെ ഭാര്യയായപ്പോൾ തന്നെ മറ്റ് സ്ത്രീകളെ പോലെയല്ല എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. അവർക്കൊരുപാട് ബഹുമാനങ്ങളും ആദരവുകളും നിയമങ്ങളും പവിത്രതയും ഉണ്ട്. അത് മറ്റുള്ളവർക്ക് ഇല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുന്ന് പറയുന്നു, ഇന്നി ലസ്തു മിഥലക്കും,
നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല. വേറൊരു റിപ്പോർട്ടിൽ ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. ഇന്നി ലസ്തു കഹൈഅതികും, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ സഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി നമ്മളെപ്പോലത്തെ മനുഷ്യനാണെന്ന് പറയാൻ ഖുർആൻ ഓതി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുകയാണ് പുത്തൻവാദികൾ. കാരണം അവർ ഖുർആൻ വേണ്ടതുപോലെ ഗ്രഹിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ അംഗീകരിച്ചില്ല. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ജീവിക്കുന്ന കാലത്ത് തന്നെ ഖവാരിജുകൾ ഇറങ്ങി. കുറച്ച് കാറ്റ് മേലോട്ട് കിട്ടാൻ പണിയുണ്ടോ? ഞാൻ സാധാരണ ഫാന് പറ്റൂല എന്ന് പറയല, ഇപ്പോൾ ഭയങ്കര ചൂട്. ഒന്ന് ലേശം ഒന്ന് മേലോട്ടാക്കിയ കുറച്ച് പൂങ്കട്ടെ. ആ അതെ, റൈറ്റ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഇബ്നുൽ മുൽജിം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വാളുകൊണ്ട് തല വെട്ടി കൊന്നുകളഞ്ഞു. അവൻ ഏതാണ് സാധനം? ഖവാരിജാണ്, പുത്തൻവാദിയാണ്. അവർക്കെന്തേ സംഭവിച്ചത്? അവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയതും മറ്റ് സഹാബികൾ മനസ്സിലാക്കിയതും അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അവർ മൗദൂദി സാഹിബ് എഴുതിയതുപോലെ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധികർത്തത്വം അല്ലാഹുവിന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥം പറയാനും കോംപ്രമൈസാക്കാനും വേണ്ടി സ്വഹാബത്ത് തുനിഞ്ഞപ്പോൾ അവരെല്ലാം മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞ് അവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അവരോട് സംവാദം നടത്താനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങളെ അലി റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചത്. ആ സംവാദം കഴിഞ്ഞപ്പോഴാണ് ആയിരക്കണക്കിന് ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നത്. ഖുർആൻ ദുർവ്യാഖ്യാനം ഇതേപോലെ ഇന്നും നമുക്ക് കാണാം. മുഅ്തസിലത്തിൻ്റെയും ഖവാരിജിൻ്റെയും പിൻഗാമികൾ, ഖവാരിജിൻ്റെ പിൻഗാമികളാണ് ഇന്നത്തെ അഹ്ലുസുന്നയെ, മുഖ്യധാരാ മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളായി ചിത്രീകരിക്കുന്ന എല്ലാ പുത്തൻവാദികളും ഖവാരിജിൻ്റെ പിൻഗാമികളാണെന്ന് ഇമാം സാവി രേഖപ്പെടുത്തിയത് കാണാം. അത് വാസ്തവവും വസ്തുതയാണ്. കാരണം ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാർ, അവിശ്വാസികളെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്തുകൾ ഫഹമലൂഹാ അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പേരിൽ വെച്ച് കെട്ടി എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞത് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്ലിമീങ്ങളുടെ അടിസ്ഥാനപരമായ ആശയമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം അംഗീകരിക്കുന്ന മുസ്ലിമിൻ്റെ പേരിൽ ഒരിക്കലും അവൻ വിശ്വസിക്കാത്ത വിശ്വാസങ്ങൾ വെച്ചുകെട്ടി മുസ്ലിമിനെ മുശ്രിക്കായി ചിത്രീകരിച്ചു. നിങ്ങൾ നോക്കൂ, കഅബ ശരീഫ് എന്ന് പറയുന്നത് കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടമാണ്. പക്ഷേ അതൊരു സാധാരണ കെട്ടിടം അല്ല. ആ കെട്ടിടത്തിന് വലിയ ബഹുമാനം ഉണ്ട്. അതിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അവിടെ ചെന്നാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. അതിനെയാണ് തവാഫ് ചെയ്യുന്നത്. അതിൻ്റെ മൂലയിൽ വെച്ച കല്ലാണ് അതിൻ്റെ അടയാളമായി തുടക്കവും അവസാനവും. ആ കല്ല് ചുംബിക്കൽ വരെ പുണ്യകർമ്മമാണെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ അവിടെ കഅബയുടെ സമീപത്ത് വലിയ താഴ്മയും വിനയവും പ്രകടിപ്പിക്കണം.
കഅബയോട് വലിയ ആദരവ് പ്രകടിപ്പിക്കണം, ഈ കല്ലിനോടും വലിയ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കണം. ഇതൊക്കെ മുസ്ലിമീങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ആരാധനയാകുന്നില്ല. അഥവാ ആ കല്ലിന് ആരാധനയാവില്ല, ആ ബിൽഡിങ്ങിന് ആരാധനയാവില്ല. അതൊക്കെ അള്ളാഹുവിനുള്ള ആരാധനയാണ്. മാതാപിതാക്കൾ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ അത് മാതാപിതാക്കൾക്ക് ആരാധനയല്ലല്ലോ, അത് അള്ളാഹുവിന് ആരാധനയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നത് അള്ളാഹു പഠിപ്പിച്ചതാണ്. അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായുള്ള പ്രവർത്തനമായതിനാൽ അത് അള്ളാഹുവിന് ആരാധനയാണ്. കഅബയെ ബഹുമാനിക്കുന്നത് അള്ളാഹുവിനുള്ള ആരാധനയാണ്, കഅബക്ക് ആരാധനയല്ല. വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹു. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവൻ അതവന് ഖൈറായ കാര്യമാണെന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സാലിഹീങ്ങളെയും അവരന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളെയും അവരുമായി ബന്ധപ്പെട്ട ആധാറുകളെയും ലോക മുസ്ലിമീങ്ങൾ ബഹുമാനിക്കും. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തൊട്ട വെള്ളം നിലത്ത് വീഴാൻ പോലും അനുവദിക്കാതെ കയ്യിൽ ഏറ്റുവാങ്ങി ശരീരത്തിൽ തൊട്ടുപുരട്ടിയതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അവിടുത്തെ ഉമിനീര് അവർ കൈവശത്തിൽ ഏറ്റെടുത്ത് ശരീരത്തിൽ പുരട്ടിയതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അവിടുന്ന് ഉപയോഗിച്ച കുപ്പായം കഴുകി വെള്ളം സഹാബത്ത് ഉപയോഗിച്ചതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. അവിടുത്തെ ശറഫാക്കപ്പെട്ട മുടി വെള്ളത്തിലിട്ട് ആ വെള്ളം രോഗശമനത്തിന് വേണ്ടി സഹാബത്ത് കുടിക്കുന്നു. ഇങ്ങനെ തുടങ്ങി അവിടുത്തെ വിയർപ്പ് പോലും കുപ്പിയിലാക്കി ശേഖരിച്ചു കൊണ്ടുപോയി മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹ ബറക്കത്തിന് വേണ്ടി കുട്ടികൾക്ക് തൊട്ട് പുരട്ടി കൊടുക്കുന്നു. ഇതെല്ലാം സഹീഹായ ഹദീസുകളിലുള്ളതാണ്. ആ സഹാബത്ത് നബിയെ പൂജിച്ചു എന്ന് പറയാൻ പറ്റുമോ? നബിയെ ആരാധിച്ചു എന്ന് പറയാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ചു എന്ന് പറയണം, സ്നേഹിച്ചു എന്ന് പറയണം. ഇതുപോലെ കഅബ തവാഫ് ചെയ്യുന്നവർ ഗുരുവായൂർ അമ്പലം അതാ ചുറ്റുന്നത് പോലെ ആ കഅബക്ക് ആരാധന ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? ഇവിടെ മറ്റേതെങ്കിലും മതക്കാർ അവരുടെ ദേവാലയം ചുറ്റുമ്പോൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, ഇത് ആരാധനക്കർഹതയുള്ളതല്ല എന്ന് പറയുന്നവരും വിശ്വസിക്കുന്നവരും അല്ല. അവർ ആരാധനക്കർഹതയുള്ള ഒരുപാട് ആളുകളുണ്ട്, വ്യക്തികളുണ്ട്, സാധനങ്ങളുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസപ്രകാരമാണ് അവരുടെ അത്തരം പ്രവർത്തനങ്ങൾ. മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും അത് അംഗീകരിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അവർ ഏത് ബഹുമാനം ആർക്ക് അർപ്പിച്ചാലും ആരാധനയാണെന്ന നിലക്കല്ല, കേവലം ബഹുമാനം മാത്രമാണ്. ഇതാർക്കാണ് മനസ്സിലാകാത്തത്? പക്ഷേ മുസ്ലിമീങ്ങളെ മുശ്രിക്കീങ്ങളാക്കി ചിത്രീകരിക്കാൻ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത ഖവാരിജുകളെ പോലെ ഒരുപാട് ആയത്തുകൾ ഈ കക്ഷികളും ദുർവ്യാഖ്യാനം ചെയ്തു. ഇതേപോലെ നമുക്കറിയാം ഖദരിയത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ വന്നു. അവർ ഖദറിൽ വിശ്വാസം അവർക്കില്ല. അല്ലാഹു തആല തീരുമാനിച്ചതനുസരിച്ച് ലോകം നടത്തുകയാണ് എന്നല്ല അവരുടെ വിശ്വാസം. നടക്കുന്നതനുസരിച്ച് അല്ലാഹു തആല നിയന്ത്രിക്കുകയാണ് എന്നാണ്, അല്ലാതെ പടച്ചവന് തീരുമാനമൊന്നുമില്ല. അതിനവരെന്താ ചെയ്തത്? ഖുർആനിൽ ആയത്ത് ഓതി എന്നിട്ട് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവരെയാണ് സഹാബത്ത് നേരിട്ടത്. സുഹൃത്തുക്കളെ, ഇതുപോലെ മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷികൾ അവരും ചെയ്തത് ഖുർആൻ ദുർവ്യാഖ്യാനമാണ്. ഇപ്പോഴും നിങ്ങൾ അവരെ പിന്തുടരുന്ന പുത്തൻവാദികളുടെ ഖുർആൻ പരിഭാഷയും അവരുടെ പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, മറഞ്ഞ കാര്യങ്ങൾ ഔലിയാക്കൾക്ക് അല്ലാഹ് അറിയിച്ചു കൊടുക്കില്ല എന്നവർ വിശ്വസിക്കുന്നു. അതിനെന്താ തെളിവ്? ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ. ഈ ആയത്താണ് സമഖ്ശരി, അദ്ദേഹം മുഅ്തസിലിയാണ്. അദ്ദേഹം ഔലിയാക്കൾക്ക് കറാമത്തില്ല, ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യം അറിയില്ല, അള്ളാഹു അറിയിച്ചു കൊടുക്കുകയില്ല എന്നതിന് മുഅ്തസിലിയായ സമഖ്ശരി ഉദ്ധരിച്ച അതേ ആയത്ത് ഈ കക്ഷികൾ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അങ്ങനെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിമീങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും തകർക്കാൻ ശ്രമിച്ച അങ്ങേയറ്റം പിഴച്ചുപോയവരാണ്
മുബ്തദിഅത്ത് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങൾ മുഴുവനും വിശ്വസിക്കുന്നു അമ്പിയാക്കൾ പാപസുരക്ഷിതരാണ്. കാരണം അല്ലാഹു തആല അമ്പിയാക്കളെ അയച്ചത് എന്തിനാണ്? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മഹാന്മാരായ അമ്പിയാക്കൾ തെറ്റ് ചെയ്യുന്നവരായാൽ പിന്നെ ആരാണ് സമൂഹത്തിന് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയും മാതൃകാ പുരുഷന്മാരായി ഉണ്ടാവുകയും ചെയ്യുക? ചിലർ പറയും, തെറ്റ് സംഭവിച്ചിട്ട് ആ തെറ്റ് എൻ്റെ അടുത്ത് വന്ന് തെറ്റാണ് എന്ന് അവർ പറഞ്ഞാൽ പോരെ. അപ്പോൾ ഞാൻ ചോദിക്കുക, അപ്പോൾ തെറ്റ് ചെയ്യുന്ന ആളാണല്ലോ ഈ പറയുന്നത്, അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞത് കളവാണെങ്കിലോ? എൻ്റെ അടുത്ത് വന്നത് തെറ്റാണെന്ന് ഇയാൾ പറഞ്ഞാൽ അതാണ് തെറ്റെങ്കിലോ? തെറ്റ് സംഭവിക്കാവുന്ന ആളാണ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അമ്പിയാക്കൾ തെറ്റ് സംഭവിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ ഇളവുകയില്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഹസവിയത്ത് എന്ന് പറയുന്ന ഒരു ടീം, ഹസവിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് പറയുന്ന ഒരു ടീം ഇപ്പോഴുണ്ടല്ലോ. ഈ മുജാഹിദിൻ്റെ അൽമനാറിലൊക്കെ പടച്ചവന് ഊരുണ്ട്, പടച്ചവന് തണ്ടങ്കാലുണ്ട്, പടച്ചവനൊരു സിംഹാസൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്, അള്ളാഹ്ക്ക് ഇരിപ്പടുണ്ട് എന്നൊക്കെ പച്ചയായി എഴുതി വെക്കുന്നുണ്ടല്ലോ. ആ ടീമാണ് ഹസവിയത്ത് എന്ന് പറയുന്നത്. ആ ഹസവിയത്ത് എന്ന് പറയുന്ന കക്ഷികൾ അവരുടെ ഒരു വാദമാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹുവ അന്നഹു യജൂസു അലൈഹിമുൽ ഇഖ്ദാമു അലൽ കബായിരി വസ്സഗായിരി, വൻകുറ്റവും ചെറിയ തെറ്റുകളും ഒക്കെ അമ്പിയാക്കൾക്ക് സംഭവിക്കും എന്നത് ഹസവിയത്തിൻ്റെ വാദമാണ്. അതുകൊണ്ടാണ് മൗദൂദി പറഞ്ഞതായി ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ, പച്ച മലയാളത്തിൽ IPH പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ തന്നെ കാണാം, മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു എന്ന് എഴുതി വെച്ചത് കാണാം. കേട്ടാൽ തോന്നും മൂസാ നബി ഒരു റിപ്പറാണ് എന്ന് തോന്നും. ഈ രൂപത്തിൽ ഈ പുത്തൻവാദികളായ ഹസവിയത്ത് അമ്പിയാക്കളെ സംബന്ധിച്ച് തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് എഴുതി വെച്ചു. മുഅ്തസിലത്തിലും പെട്ട ഒരുപാട് ആളുകൾ അങ്ങനെ തന്നെ അമ്പിയാക്കൾ തെറ്റ് ചെയ്യും എന്ന് എഴുതി വെച്ചു. മനഃപൂർവ്വം തന്നെ തെറ്റ് ചെയ്യുമെന്ന് എഴുതി വെച്ചു. ഓ സുഹൃത്തുക്കളെ, എന്നാൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ ഇമാമിങ്ങൾ തുഹ്ഫയുടെ തുടക്കത്തിൽ തന്നെ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം, അമ്പിയാക്കളിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കുകയില്ല. ഇനി അതിനെതിരായി ഏതെങ്കിലും താരീഖിൻ്റെയോ തഫ്സീറിൻ്റെയോ കിതാബുകളിൽ കണ്ടാൽ പോലും യജിബു ഇത്തിഖാദു ഖിലാഫിഹി, അത് ശരിയല്ല എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് തുഹ്ഫയുടെ മുഖദ്ദിമയിൽ തന്നെ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ എഴുതി വെച്ചതായി കാണാം. ഈ പുത്തൻവാദികൾ അമ്പിയാക്കൾ തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാം മതത്തിന് എന്ത് ഗുണ കിട്ടുക? നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു വാദം പറഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടണ്ടേ? അമ്പിയാക്കൾ തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് ഇസ്ലാം മതത്തിന് എന്ത് ഗുണ കിട്ടുക? ഒരു ഗുണവും കിട്ടൂല എന്ന് മാത്രമല്ല, തെമ്മാടികൾ വളരും. കാരണം അമ്പിയാക്കൾ എന്നെ തെറ്റുന്നവന് ഞാനോ തെറ്റ് ചെയ്താലെന്താ എന്നല്ലേ ഒരു സാധാരണക്കാരൻ്റെ ചിന്ത പോവുക. അങ്ങനെ ധാരാളം ആളുകളെ തോന്നിവാസികളും തെമ്മാടികളുമാക്കി മാറ്റി നരകത്തിലെത്തിക്കുക എന്നതല്ലാതെ അമ്പിയാക്കൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നവർക്ക് എന്ത് നേട്ടമാണ് കിട്ടാനുള്ളത്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരല്പം മാന്യതയുണ്ടെങ്കിൽ അവരൊന്ന് ചിന്തിക്കട്ടെ. അവരുടെ സ്വന്തം ബാപ്പ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നാൽ അവർ പുസ്തകത്തിൽ എഴുതി വെക്കും, എൻ്റെ ബാപ്പ തെറ്റ് ചെയ്ത ആളാണ്. ബാപ്പ തെറ്റ് ചെയ്ത ആളാണെന്ന് എഴുതി വെക്കുമോ? ബാപ്പാനോട് ബഹുമാനവും ആദരവും ഉണ്ടെങ്കിൽ എഴുതി വെക്കുമോ? അമ്പിയാക്കൾ തെറ്റ് ചെയ്തവരാണ്, കുറ്റം ചെയ്തവരാണ് എന്ന് എഴുതി വെക്കും. നമ്മൾ മനസ്സിലാക്കണം, ഈമാനിന്റെ ശകലം ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യുന്നത്. ഒരു ബഹുമാനവും ആദരവും അമ്പിയാക്കളോടില്ല
മറിച്ച് നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരാണ് അവരും എന്ന് പറഞ്ഞ് ഇൻസൾട്ടാക്കുന്നതിൻ്റെ മറ്റൊരു രൂപമാണ് അമ്പിയാക്കൾ തെറ്റ് ചെയ്യുന്നവരാണ് എന്ന വാദം. സുബ്ഹാനല്ലാഹ്. യാതൊരു കാര്യവും സമുദായത്തിനോ സമൂഹത്തിനോ ജനങ്ങൾക്കോ അതുകൊണ്ട് കിട്ടാനില്ല. മറിച്ച് അമ്പിയാക്കളെ ഇൻസൾട്ടാക്കുക എന്നതാണ് അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇസ്മത്തുൽ അംബിയാ എന്ന് പറയുന്ന ഒരു കിതാബ് എഴുതി. ആ കിതാബിൽ മഹാനവറുകൾ എത്ര തെളിവുകളാണ് അമ്പിയാക്കൾ തെറ്റ് ചെയ്യുകയില്ല എന്നതിന് എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. അതെല്ലാം ഖുർആനിലെ ആയത്തുകളാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയ മഹാന്മാരായ മുഫസ്സിറുകൾ അവർ വളരെ വ്യക്തമായി ധാരാളം തെളിവുകൾ രേഖപ്പെടുത്തി വെച്ചു. കൂട്ടത്തിൽ അവിടുന്ന് എഴുതി വെച്ചത് കാണാം. ലൗ സദറദ്ദംബു അൻഹും ലവജബ സജ്റുഹും لأن الدلائل دالة على وجوب الأمر بالمعروف والنهي عن المنكر لكن زجر الأنبياء عليهم السلام غير جائز لقوله تعالى إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة فكان صدور الذنب عنهم ممتنعا. അമ്പിയാക്കളെ ആർക്കെങ്കിലും വിരട്ടാൻ പറ്റുമോ? വല്ലതെങ്കിലും വിരോധിക്കാൻ പറ്റുമോ? അവരെ അകറ്റി നിർത്താൻ പറ്റുമോ? അങ്ങനെ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ അള്ളാഹു ലഅനത്ത് ചെയ്തവരാണ് എന്ന് ഖുർആൻ പറയും. അപ്പോൾ അമ്പിയാക്കൾ തെറ്റ് ചെയ്തവരാണ് എന്ന് പറയുന്നവരൊക്കെ മൽഊനീങ്ങളാണ്, അള്ളാഹുവിൻ്റെ ലഅനത്ത് ലഭിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം തെളിവുകൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇസ്മത്തുൽ അംബിയാ എന്ന കിതാബിൽ എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അമ്പിയാക്കൾ തെറ്റിയൂല. പക്ഷേ അമ്പിയാക്കൾ തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എത്രയാണ് പാടുപെടുന്നത് ഈ പുത്തൻവാദികൾ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്. ഇത് 2010 ജൂലൈയിലെ മുജാഹിദിൻ്റെ മുഖപത്രമായ അൽമനാറാണ്. ഈ അൽമനാറിൽ നമുക്ക് കാണാം, ഇതിൽ ആദം നബി അലൈഹിസ്സലാം വിരോധിക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചു. ആ സംഭവം അള്ളാഹു ഇപ്രകാരം വിവരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആയത്ത് കൊടുക്കുകയാണ്. ആയത്തിൻ്റെ അവസാനം വഅസാ ആദമു റബ്ബഹു ഫഗവാ. അതിന് അവർ അർത്ഥം പറയാണ്. എന്താ അർത്ഥം? ആദം തൻ്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിക്കുകയും അങ്ങനെ പിഴച്ചു പോവുകയും ചെയ്തു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ച് പിഴച്ചുപോയി എന്ന് ആ ആയത്തിന് അർത്ഥം പറയാണ്. എന്നാൽ ഈ ആയത്ത് നമ്മുടെ മുഫസ്സിരീങ്ങളൊന്നും കാണാത്ത ആയത്താണോ? മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ഫഗവാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലല്ല എന്നല്ല, പിന്നെയോ ലല്ല അനിർ റുസ്ദി എന്നല്ല. അതിൻ്റെ അർത്ഥം അതെ ഫഗവാ എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി ഇസ്ലാമിന് മശക്കത്തുണ്ടായി എന്നാണ്. സ്വർഗത്തു നിന്ന് വന്നാൽ പിന്നെ മശക്കത്തുണ്ടാവും എന്ന് ഉറപ്പല്ലേ? അതാണ് ഫഗവാ എന്നതിൻ്റെ സാരമെന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതായി കാണാം. പക്ഷെ ആ തഫ്സീറുകളൊന്നും ഈ കക്ഷികൾ അംഗീകരിക്കില്ല. കാരണം അവർക്ക് അമ്പിയാക്കളെ ഇൻസൾട്ടാക്കുക എന്നതാണ് അവരുടെ പ്രധാനമായ ലക്ഷ്യം. വേറെ അവർക്കതുകൊണ്ട് ഒരു കാര്യവും കിട്ടാനില്ല. അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തുക എന്നതാണ് അവരുടെ പരമോന്നതമായ ലക്ഷ്യം. സുഹൃത്തുക്കളെ, അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് എഴുതിയതായി ഒരുപാട് വിശദീകരണങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞതായി കാണാം. അതിൽ കാണാം വൽ ഗയ്യു അൽ ഫസാദ്
وهو تأويل حسن وهو أولى من تأويل من يقول إن فغوى معناه ضل من الغي الذي هو ضد الرشد. അവിടെ فسد عيشه ان فغوى ففسد عيشه بنزوله الى الدنيا. ദുനിയാവിലേക്ക് ഇറങ്ങി വരലുകൊണ്ട് ജീവിതം സ്വർഗസുന്ദരമായ സ്വർഗ സുഖത്തിലുള്ള ആ ജീവിതം പോയി ഫസാദായി എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ആദം നബി അലൈഹി ഇസ്ലാം പിഴച്ചുപോയി എന്നല്ല. അസ എന്ന് പറഞ്ഞാലോ, അസ എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു പ്രത്യേക സസ്യം കാണിച്ചു കൊടുത്തുകൊണ്ട്, ഒരു മരം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ തിന്നണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു അതിൽ നിന്ന് തിന്നിട്ടില്ല, മറിച്ച് അതിൽ നിന്നുണ്ടാന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ മനസ്സിലാക്കി അതിൽ നിന്നുണ്ടാന്നല്ലേ പറഞ്ഞേ, അതേപോലത്തെ വേറെ ഒന്നുണ്ട് അതിൽ നിന്നാൽ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ആ വർഗത്തിൽ നിന്ന് തിന്നരുത് എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് വേറെ ഒന്നിൽ നിന്ന് തിന്നു. അതൊരു ഇജ്തിഹാദാണ്, അല്ലാതെ അള്ളാഹുവിനെ ധിക്കരിച്ചതും അനുസരണക്കേട് കാണിച്ചതും അല്ല. മറ്റൊന്ന് ഇമാമിങ്ങൾ തന്നെ പറഞ്ഞു, അള്ളാഹു പറഞ്ഞില്ലേ ഫനസിയ, ആദം നബി അലൈഹി ഇസ്ലാം മറന്നുപോയി, മറന്നുകൊണ്ട് ചെയ്തതാണ്. അതെങ്ങനെ? അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വസുവസ ലഹുമ ശൈത്താനൂന്നില്ലേ, ശൈത്താൻ വസുവാസാക്കി. അതെ, ശൈത്താൻ വസുവാസാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി, സത്യം ചെയ്തിട്ട് വരെ പറഞ്ഞു നോക്കി, എന്നിട്ടൊന്നും ആദം നബി അലൈഹി സ്വലാം സ്വീകരിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ ശൈത്താൻ എന്ത് ചെയ്തു? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ സ്വർഗത്തിലുള്ള അനുവദിച്ച പഴങ്ങൾ ധാരാളം പറിക്കാനും തിന്നാനും ഒക്കെയുള്ള പ്രചോദനം നൽകി. ആ അനുവദിക്കപ്പെട്ട് തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതെ അനുവദിക്കപ്പെടാത്തതും പറിച്ചുപോയി. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ കുറേ കടലാസും ഒരു 500-ൻ്റെ 3-4 നോട്ടും എല്ലാം കൂടി ഒന്നായി വെച്ച് ഇങ്ങനെ പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 500-ൻ്റെ നോട്ടും പറിച്ചുപോയി. മനഃപൂർവ്വമല്ല, മറന്ന് സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറന്നു ചെയ്താൽ കുറ്റം ഉണ്ടാവില്ലല്ലോ, തെറ്റാവൂലല്ലോ. ആദം നബി അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ആദം നബി അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തു എന്ന് നമ്മുടെ കേരളത്തിലെ മലയാളികളെ ബോധ്യപ്പെടുത്താനാണ് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ആദം നബി തെറ്റ് ചെയ്യുന്നതിന് തെളിവ് പറയുന്നത് ആദം നബിയിൽ നിന്ന് അനുസരണക്കേടുണ്ടായെന്ന് ഈ ആയത്തുകൾ വ്യക്തമായി പറയുന്നു. അങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ടേ ഇല്ല, വ്യക്തമായിട്ടും പറഞ്ഞില്ല, വ്യംഗ്യമായിട്ടും പറഞ്ഞില്ല. ഇതേപോലെ സുബ്ഹാനല്ലാഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയാണ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാപ്പിരക്കാൻ അർഹമായ തെറ്റ് നൂഹ് നബി ചെയ്തുവെന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് മാപ്പ് തരുന്നാൽ അതിനർത്ഥം തെറ്റ് ചെയ്തു എന്നാണോ? നിസ്കരിച്ച കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 3 പ്രാവശ്യം പറയൽ നിസ്കാരം വലിയ തെറ്റായതുകൊണ്ടാണോ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയുമ്പോൾ തെറ്റാ? ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 100 പ്രാവശ്യം തെറ്റ് ചെയ്തുകൊണ്ടാണോ? അത് മഹാന്മാരുടെ സ്വഭാവമല്ലേ. ലോകസിട്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ എപ്പോഴും മാപ്പ് പറയുക. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, എപ്പോഴും മാപ്പ് പറയുക. അത് അവർക്കാണ് സ്വർഗം. അൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്ന് പറഞ്ഞില്ലേ, പാതിരാ സമയത്ത് മാപ്പ് പറയുന്നവർ. അത് തെറ്റ് ചെയ്തുകൊണ്ടല്ല, പാതിരാ സമയത്ത് ഹജ്ജ് നിസ്കരിച്ചിട്ടാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. അത് തെറ്റ് ചെയ്തുകൊണ്ടല്ല. അള്ളാഹുവിനോട് എപ്പോഴും അടിമ ഉടമസ്ഥനോട് എപ്പോഴും മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് അതൊരു വലിയ വിനയവും അള്ളാഹുവിൽ അംഗീകാരം കിട്ടാനുള്ള വലിയൊരു സംഗതിയുമാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. കണ്ടില്ലേ, അല്ലാഹു തആല വിജയം കൊടുക്കുന്നു. ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നതൊക്കെ തെറ്റാ. പക്ഷെ അത് ഉണ്ടായാൽ വേണ്ടത് എന്താണ്? തസ്ബീഹ് ചൊല്ലണം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്തു എന്നത് അതിൽ നിന്ന് ഇവർ കണ്ടുപിടിക്കുകയാണ് അത് തെറ്റ് ചെയ്തുകൊണ്ടല്ലേ എന്ന് കണ്ടുപിടിക്കാൻ. വാസ്തവത്തിൽ അത് മഹാ അബദ്ധമാണ്. ഇതേപോലെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ചെയ്താണ്. മൂസാ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു. മൂസാ നബി എന്ത് തെറ്റാണ് ചെയ്തത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
തെറ്റ് ചെയ്തില്ല. എന്താണ് തെറ്റ് ചെയ്തത്? മൂസാ നബി അലൈഹി സ്വലാം ഒരു തെറ്റിഞ്ഞില്ല. റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഗഫറ ലഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് മൂസാ നബി തെറ്റ് ചെയ്തു എന്ന് പറയുന്നു. മൂസാ നബി അള്ളാഹുവിനോട് മാപ്പിരുന്നിട്ടുണ്ട്. അത് മഹാന്മാർ അങ്ങനെയാണ്. പഴയ കാലത്തൊക്കെ, ഇപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പഴയ കാലത്ത് വിദേശത്ത് പോയിട്ട് കത്ത് ചെയ്തു. ഇന്ന് പിന്നെ എല്ലാവർക്കും ഫോണുണ്ട്, വാട്സപ്പ് ഉണ്ട്, അതുകൊണ്ട് കത്ത് ചെയ്തൽ വളരെ കുറവാണ്, തീരന്നില്ല എന്ന് പറയാം. ഈ കത്ത് എഴുതിയ ആള് ഇങ്ങനെ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ബഹുമാനപ്പെട്ട ബാപ്പ അറിയാനമ്മോ അറിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിയിട്ട് അവസാനം ഉണ്ടാവും കത്തിൻ്റെ ലാസ്റ്റ്, എൻ്റെ കത്തിൽ എന്തെങ്കിലും അത് വീട് വന്നിട്ടുണ്ടെ പൊരുത്തപ്പെടണമെന്ന്. എന്ത് പൊരുത്തപ്പെടണമെന്ന്? ഇത്തരെല്ലാം ബഹുമാനിച്ചിട്ട് പിന്നെ എന്ത് പൊരുത്തപ്പെടണമെന്ന്? അതൊരു വിനയത്തിൻ്റെ ഭാഗമല്ലേ? മുതഅല്ലിമീങ്ങൾ ദർസ് നിർത്തിയപ്പോൾ ഉസ്താദിനോട് പൊരുത്തപ്പെടാൻ പറയും. ചിലപ്പോൾ ഉസ്താദുമാർ നല്ല താഴ്മുള്ളവരുടെ കുട്ടികളോടും പറയും എല്ലാം പൊരുത്തപ്പെട്ടേന്ന് പറയും. ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരും പൊരുത്തപ്പെടണമെന്ന് പറയും. എൻ്റെ അർത്ഥം തെറ്റിയതു എന്നാ? അങ്ങനെ വിചാരിക്കാൻ പാടുണ്ടോ? അപ്പം നല്ല മനസ്സില്ല. മനസ്സ് മുഴുവനും അമ്പിയാക്കളെ എങ്ങനെയുണ്ട് കുറ്റക്കാരാക്കി ചിത്രീകരിക്കാൻ എന്നതാണ് വാസ്തവത്തിൽ ഉള്ളത്. ഇതുപോലെ സുബ്ഹാനല്ലാഹ് വേറെയും ചിലതൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഓരോന്നോരോന്നായി വിശദീകരിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പോലും മുജാഹിദിൻ്റെ അൽമനാർ 2010 ജൂലൈയിൽ എഴുതി വെച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അവൻ്റെ ഖുർആനിൽ പറയുന്നു, വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഗവാ. നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിഴവും പിഴച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. ഇവർ പറയുന്നു പിഴവ് പറ്റിയിട്ടുണ്ട്. അപ്പം എന്താണ് സൂക്കേട്? നിഫാഖാണ്, കടുത്ത കാപട്യമാണ്, ഈമാനില്ല. അതിൻ്റെ പേരിൽ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചും ഇവരുടെ ഏർപ്പാട്. അള്ളാഹുവിനെ സംബന്ധിച്ച് വേണ്ടാത്ത പല ആശയങ്ങളും പഠിപ്പിച്ച് ജനങ്ങളെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് പിഴപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവർക്ക് ഇപ്പോൾ പറഞ്ഞാൽ നീണ്ടുപോകും. ചെറിയ ഒരു 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇത് നോക്കൂ നിങ്ങൾ. ഈ പുത്തൻവാദികളുടെ വലിയ നേതാവായി കേരളത്തിൽ തുടക്കം കുറിച്ച ആളാണ് വക്കം മൗലവി. വക്കം മൗലവി പറഞ്ഞ ആ ഇസ്ലാമിലല്ല ഇപ്പോൾ വക്കിനുള്ള മൗലവിമാരുള്ളത്. വക്കം മൗലവി പറഞ്ഞ എന്താണ്? ദൈവം കാലദേശ സംബന്ധമില്ലാത്തവനാണെന്നും സകല സ്ഥലങ്ങളും ദൈവത്തിന് ഒരേ നിലയിലുള്ളതാണെന്നും പ്രത്യേകമായി യാതൊരു സ്ഥലത്തും ദൈവത്തെ സങ്കല്പിക്കുവാൻ പാടില്ലെന്നുമുള്ളത് ഇസ്ലാം മതത്തിൻ്റെ മൂലതത്വങ്ങളിൽപ്പെട്ട സംഗതികളാകുന്നു എന്നാണ്. അപ്പം അള്ളാഹു ഇന്ന സ്ഥലത്താണ് എന്ന് പറയാൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തിനെതിരാണ്. അള്ളാഹ് ഇന്ന സ്ഥലത്താണ് എന്ന് പറയാൻ പാടില്ല. പറയുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തിനെതിരാണ് എന്ന് വക്കം മൗലവി എഴുതി വെക്കുകയാണ്. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. 1930 കാലത്ത്. ഇതേപോലെ 1952 കാലത്ത് അൽമനാറിൽ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറിൽ എഴുതുകയാണ്, മുബ്തദിഅ കാഫിർ, അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. ആർക്ക്? അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫറാണ് എന്ന് മുജാഹിദിന്റെ അൽമനാർ 1952 ജനുവരി 20 എഴുതി വെക്കുന്നു. എന്നാൽ അതേ കക്ഷികൾ അതേപോലെ തന്നെ അവരുടെ അമാനി മൗലവിയുടെ പരിഭാഷയിലും ഇസ്തവ അലൽ അർശ് എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ, ഇസ്തവ അലൽ അർശ് എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അള്ളാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവൻ്റെ ഗുണവിശേഷണങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അവൻ അർശിന്റെ മേലുള്ള അധികാരം ഏറ്റെടുത്തു, അല്ലെങ്കിൽ ആകാശഭൂമികളുടെ നിയന്ത്രണം ഔപചാരികമായി സ്വീകരിച്ചു എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിലും ചില പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ശരി, അള്ളാഹു തആല അർശിന്മേൽ ഇരിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല.
എന്ന് മുജാഹിദിൻ്റെ ഔദ്യോഗിക പരിഭാഷയിൽ ഇന്നും അതാ ഈ അമാനി മൗലവി എഴുതിയത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതെല്ലാം മാറ്റി. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ചും അവൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ചും നമുക്ക് പരിചയമുള്ള യാതൊന്നിനോടും ഉപമിച്ച് യാതൊന്നും പറയാൻ പാടില്ലാത്തതാകുന്നു. അങ്ങനെയുള്ള കണക്കുകൂട്ടലുകളെല്ലാം അബദ്ധമാകുന്നു. രാജ്യഭരണം ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തിയെന്ന അർത്ഥം ഉദ്ദേശിച്ച് അലങ്കാര ഭാഷയിൽ സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറയാവുന്നതാണ്. ഹിജറ 13 ഉമർ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ശരിയായ അർത്ഥമുണ്ട്. എല്ലാവർക്കും അത് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. ഭരണാധികാരം ഏറ്റെടുത്തു എന്നാണ് അതിൻ്റെ സാരം. എന്നാൽ അവിടെ കൊട്ടാരവുമില്ല, സിംഹാസനവുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ അലങ്കാരിക പ്രയോഗം സർവ്വസാധാരണവും നിരാക്ഷേപവുമാണ്. എന്നാൽ മഹാകാരുണ്യകൻ സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറയുന്നിടത്ത് ഇതുപോലുള്ള അർത്ഥം മാത്രമാണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് പറയാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇരുന്നു എന്ന് പറയാൻ വേണം. അതിനാണെങ്കിലോ ശരിക്കും ഇരുന്ന് തന്നെ മനസ്സിലാക്കുകയും വേണം. ഇനിയും കാണാം, സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറയാൻ പാടില്ല എന്ന് ചിലർ പറയാറുണ്ട്. അതവരുടെ വിവരക്കേടാണ്. എന്തുകൊണ്ടെന്നാൽ ഇരുന്നു എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹ് എവിടെയായിരുന്നു എന്ന് പറഞ്ഞ ഖുർആനിൽ? അള്ളാഹു തആല ഖുർആനിൽ എവിടെയെങ്കിലും അള്ളാഹിനെ സംബന്ധിച്ച് ജലസാന്നോ ഖഅദാന്നോ പറഞ്ഞിട്ടോ? ഇരുന്നു എന്ന് അർത്ഥം വരുന്ന വാചകം പറഞ്ഞിട്ടുണ്ടോ? ഇസ്തവ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറിയില്ല. ഇസ്തിവാ അൻ യലീഖു ബിഹി, അള്ളാഹുവിനോട് യോജിച്ച ഇസ്തിവാ ചെയ്തു. എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നറിയില്ല. ഇങ്ങനെയല്ലേ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇരുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം, ഫഅല ഫീലഹു ഫിൽ അർശ്, അള്ളാഹു അവൻ്റെ ഒരു പ്രവൃത്തിയെ അർശിൽ ചെയ്തു. എന്താണ് ആ പ്രവൃത്തി നമുക്കറിയില്ല. ഇതേപോലെ പല പണ്ഡിതന്മാരും വിശദീകരിച്ചതായി കാണാം. അപ്പോൾ അവിടെ ഇസ്തവ എന്നതിന് ഇരുന്നു എന്നർത്ഥം വെച്ചു. ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നർത്ഥം വെച്ചാൽ ഇരുന്നു എന്ന് മാത്രമാണോ ഇസ്തവ എന്ന വാചകത്തിൻ്റെ അർത്ഥം? ഇസ്തവ എന്നത് ഏകദേശം ആ പദം തന്നെ പരിശുദ്ധ ഖുർആനിൽ 14ഓളം സ്ഥലത്തുണ്ട്. ഇസ്തവ അതിൽ എന്തെല്ലാം അർത്ഥമുണ്ട്? ഉദാഹരണത്തിന് അൽ-ബഖറ എടുത്തു നോക്കിയാൽ ആദ്യം തന്നെ സുമ്മസ്തവ ഇലസ്സമാ, അവിടെ അള്ളാഹുവിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞു. അള്ളാഹു തആല സമായിലേക്ക്, ആകാശത്തിലേക്ക് ഇസ്തിവാ ചെയ്തു. അവിടെ എന്താ അർത്ഥം? ആകാശത്തിലേക്ക് ഇരുന്നു എന്നാ. ഇസ്തവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന് ചില മുജാഹിദ് മൗലവിമാരെ അർത്ഥം വെച്ചാൽ അറിയോ? അള്ളാഹു ആകാശത്തിലേക്ക് നിവർന്നു നിന്നു എന്നാണ്. അവരെ ചില പരിഭാഷയിൽ അർത്ഥം വെച്ചെങ്ങനെ അള്ളാഹ് നിവർന്നു നിന്നു. അപ്പം അതെങ്ങനെ കോടി കിടക്കേനു എന്നിട്ട് നിവർന്നിങ്ങ് നിന്നു എന്നാണ് അതിനർത്ഥം വെച്ചത്. എല്ലാം തെറ്റാണ്. നിന്നു എന്നർത്ഥം വെച്ചതും തെറ്റാണ്, ഇരുന്നു എന്നർത്ഥം വെച്ചതും തെറ്റാണ്. ഇതേപോലെ ധാരാളം നമുക്ക് കാണാം. ഇസ്തവ എന്ന വാചകം ഖുർആനിൽ പല അർത്ഥങ്ങൾക്കും ഉപയോഗിച്ച ഒരു വാചകമാണത്. വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവ ആതൈനാഹു ഹുക്മൻ വഇൽമാ. ആദൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞാണ് വസ്തവ. അതിൻ്റെ അർത്ഥം ഇരുന്നു എന്നാ. അപ്പോൾ ഖുർആനിലുള്ള ഇസ്തവ എന്നതിനൊക്കെ ഇരുന്നു എന്നാരാ അർത്ഥം വെച്ചു കൊടുത്തത്? അപ്പം ഇവരുടെ വകയിൽ അർത്ഥം വെച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് സൃഷ്ടികളോട് തുല്യപ്പെടുത്തുകയാണ്. ഇതുപോലെ മഹാന്മാരായ ഈ അമ്പിയാക്കളെ അവർ ദുർവ്യാഖ്യാനം ചെയ്ത് അവരെ നിന്ദിക്കുകയാണ്. അതിന് ഖുർആൻ ദുർവ്യാഖ്യാനം. അതാണ് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത്, യുദുല്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. ഒരുപാട് ആളുകളെ ഖുർആൻ മുഖേന അള്ളാഹു തആല പിഴപ്പിക്കുന്നുണ്ട്. ആ പിഴപ്പിച്ചതിൽപ്പെട്ട കക്ഷികളാണ് ഈ പറഞ്ഞ കക്ഷികളൊക്കെ. ഇനിയും എത്രയോ പറയാനുണ്ട്, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മുജാഹിദിൻ്റെ ആദ്യകാല പരിഭാഷ, ഉമർ മൗലവിയുടെ പരിഭാഷ, അതേപോലെ അമാനി മൗലവിയുടെ പരിഭാഷ, അതുപോലെ അബ്ദുൽ ഹമീദ് മദനിയുടെ പരിഭാഷ, ഈ പരിഭാഷയൊക്കെ നിങ്ങൾ യൗമ യുക്ശഫു അൻ സാഖ് എന്ന് പറയുന്ന ആയത്തിന് എന്താണ് പരിഭാഷ കൊടുത്തത്? അതിന് അർത്ഥം വെച്ചത് ഈ 3 പരിഭാഷയിലും നമുക്ക് കാണാം. യൗമ യുക്ശഫു അൻ സാഖ്, കണങ്കാൽ വെളിവാക്കപ്പെടുന്ന, അതായത് കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം ഓർക്കുക. അമാനിയുടെ പരിഭാഷയാണ്. അത് ശരിയാണ്, കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം തന്നെയാണ് അതിന് മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞർത്ഥം. എന്നിട്ട് അതിൻ്റെ ശേഷം അദ്ദേഹം വിശദീകരിക്കാൻ, മുഴങ്കാലിൽ നിന്ന് വസ്ത്രം പൊക്കി നഗ്നമാക്കപ്പെടുക എന്നത്രേ യുക്ശഫു അൻ സാഖ് എന്ന വാക്കിൻ്റെ സാക്ഷാൽ അർത്ഥം. കാര്യം വളരെ ഗൗരവപ്പെട്ട അവസ്ഥയിലെത്തുക എന്ന
ഉദ്ദേശത്തിൽ ആ വാക്ക് ഉപയോഗിക്കപ്പെടുന്നു. വലിയ ആപത്ത് നേരിടുമ്പോൾ വസ്ത്രം പൊക്കിപ്പിടിച്ച് ഓടിപ്പോവുക പതിവാണല്ലോ. ഇതിൽ നിന്നാണ് ഈ വാചകം വന്നത്. അപ്പോൾ യൗമ യുക്സഫു അൻ സാഖിന്റെ അർത്ഥം കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം. അതേപോലെ തന്നെ ഇയാള് ഉമർ മൗലവി എന്താ അർത്ഥം വെച്ചത്? വിഷമം കൊടുമ്പിരിക്കൊള്ളുന്ന നാളിൽ. യൗമ യുക്സഫു അൻ സാഖ് ഉമർ മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലുള്ള അർത്ഥമാണ്. ഇതേപോലെ ചെറിയ മുണ്ടം മദനിയുടെ പരിഭാഷയിലും അദ്ദേഹം കൊടുത്ത എന്താണ്? കണങ്കാൽ വെളിവാക്കപ്പെടുന്ന, അതായത് ഭയങ്കരമായൊരു ദിവസത്തെ നിങ്ങൾ ഓർക്കുക. അതിൻ്റെ താഴെ അദ്ദേഹവും ഒരു അടിക്കുറിപ്പ് കൊടുക്കുകയാണ്. യുദ്ധത്തിൽ പരാജയം ഉറപ്പുവരുന്ന സന്ദർഭത്തിൽ കണങ്കാലിൽ നിന്ന് വസ്ത്രം കയറ്റിപ്പിടിച്ചു ഓടുക സ്വാഭാവികമാണല്ലോ. ഭയം കൊടുമ്പിരിക്കൊള്ളുന്ന സന്ദർഭങ്ങളിലും ഇങ്ങനെ സംഭവിക്കാം. അതുകൊണ്ടാണ് ഭയം കൊടുമ്പിരിക്കൊള്ളുക എന്ന അർത്ഥത്തിൽ കണങ്കാൽ വെളിവാക്കപ്പെടുക എന്ന ശൈലി അറബിയിൽ നിലവിൽ വന്നത്. അപ്പോൾ യൗമ യുക്സഫു അൻ സാഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. എന്നാൽ ഇപ്പം എന്താണ് അർത്ഥം? ഇപ്പം അർത്ഥം അങ്ങനല്ല. അള്ളാഹു തആല കണങ്കാലിൽ നിന്ന്, അതെ, അള്ളാഹു കണങ്കാല് വെളിവാക്കുന്ന ദിവസം. ഇപ്പൊ പുതിയ അർത്ഥം അങ്ങനെയാണ്. അല്ല കണങ്കാലിൽ നിന്ന് തുണി നീക്കുന്ന ദിവസം. ഇപ്പൊ പുതിയ അർത്ഥം അങ്ങനെയാണ്. യാതൊരു ഭയവും അള്ളാഹുവിനെ ഇല്ലാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഓരോ കൊല്ലവും മാറ്റി മാറ്റി അർത്ഥം മാറ്റി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ് അള്ളാഹുവിന് കണങ്കാലുണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നത് ശരിക്കും കുഫറാണ്. ഈ കുഫറാണ്, അത് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അള്ളാഹുവിന് കണങ്കാൽ സാക്ക് ഉണ്ടെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അള്ളാഹു പറയുന്നു യൗമൈ യക്ശിഫു അൻ സാഖിൻ വയദഊന, ഇതിലുള്ള പോലെ വായിക്കുന്നത് വയദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. അങ്ങനല്ല ആയത്ത്, അവരെഴുതിയ പോലെ ഞാൻ വായിച്ചതാണ്. കണങ്കാൽ ഒളിവാക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കുക എന്ന് അതിനർത്ഥം വെച്ചിട്ട് അതിനെ സംബന്ധിച്ച് പറയാണ് അല്ലാഹു തആല കണങ്കാൽ വെളിവാക്കുന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ പച്ചയായി അവരുടെ മൗലവിമാർ തന്നെ നേരത്തെ എഴുതി വെച്ചതിന് വിരുദ്ധമായി ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് യാതൊരു മടിയും ഇല്ലാതെ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഈ ദുർവ്യാഖ്യാനക്കാരായ ആളുകളുടെ ഫസാദും ഫിത്നയും അതാണ് ലോകത്തുള്ള ഏറ്റവും വലിയ ഫസാദ്. ഇന്നും നിങ്ങൾക്ക് കാണാം ഇവിടെ ഷിയാക്കളുടെ മുഴുവൻ ഫിത്നയും എവിടെ നിന്നാണ്? ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. അത് റാഫിലത്താണ്. റാഫിലത്തിന്റെ എല്ലാ തെറ്റുകളും അതിൽ നിന്ന് വന്നതാണ്. അങ്ങനെ എല്ലാവരും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഖുർആനിനെ അതിൻ്റെ ശരിയായ ആശയത്തിൽ മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും ഇമാമിങ്ങളെയും തള്ളി അവരുടെ വകയിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. അത് വലിയ നാശമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വരുത്തി തീർക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹദ്ദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, വൽ മലായിക, മലക്കുകളുടെ ലഅനത്തുണ്ട്, വന്നാസി അജ്മഈൻ, സർവ്വ ജനങ്ങളുടെയും ലഅനത്തുണ്ട്, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല, അവൻ്റെ ഒരു ഫർളും സുന്നത്തും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആനല്ലേ ഓതുന്നത്, ഖുർആനല്ലേ പറയുന്നത് എന്ന് മനസ്സിലാക്കി ആരും പെട്ടുപോകരുത്. അവരുടെ സ്ഥാപനങ്ങളിൽ ഖുർആൻ അർത്ഥം പഠിപ്പിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടു അവരുടെ ഒരു മദ്രസയിലും ഒരു സ്ഥാപനത്തിലും കുട്ടികളെ കൊണ്ടുപോയി ചേർത്ത് നമ്മുടെ കുട്ടികളെ ഈമാൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത് എന്ന് ഞാൻ വിനീതമായി ഈ സമയത്ത് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. നീട്ടി സംസാരിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരെക്കാൾ വലിയ കുറ്റക്കാരി വേറെ ആരാണ്? വാസ്തവത്തിൽ യഹൂദികളും അതുപോലെ നസ്രാനികളുമൊക്കെ പിഴച്ചുപോയത് അവരുടെ ഗ്രന്ഥങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയും മൂടിവെക്കുകയും ചെയ്ത അവരുടെ മൗലവിമാർ കാരണത്താലാണ്. അത് തന്നെയാണ് ഈ സമുദായത്തിനും സംഭവിക്കുന്നത്. അല്ലാഹു തആല അതുകൊണ്ട് തന്നെയാണ് പഠിപ്പിച്ചത്, ഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ, നമ്മളെ ആയത്തുകളിലേക്ക് അനാവശ്യമായി കടന്നു ചെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടാൽ,
ആ കക്ഷികൾ ഫഅഇറിദ് അൻഹും അവരിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല, അവരിൽ നിന്ന് മാറിക്കളയണം. ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി, അവർ ആ പരിപാടി നിർത്താത്ത കാലത്തോളം, അതിൽ നിന്ന് പിന്തിരിയാത്ത കാലത്തോളം അവരിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു കളയണം. ഫഅഇറിദ് അൻഹും ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി വഇമ്മാ യുൻസിയന്നക ശൈത്വാൻ ഫലാ തഖഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. അഥവാ ശൈത്താൻ നിനക്ക് മറതി കൊണ്ടുവന്നിട്ട് നീ അറിയാതെ അതിലിരുന്നു പോയാൽ തന്നെ ഈ അക്രമികളായ ആളുകളുടെ കൂടെ നീ ഓർമ്മ വന്നാൽ ഇരിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ദുർവ്യാഖ്യാനം ചെയ്ത് പരിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥ ആശയത്തെ മാറ്റിമറിക്കുന്ന കക്ഷികളുടെ വലയിൽ ആരും കുടുങ്ങിപ്പോകരുത് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ മജ്ലിസിലേക്ക് വരണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെല്ലാം നിൻ്റെ സാധുക്കളായ അടിമകളാണ്. ഞങ്ങളുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും സ്ഥാപനങ്ങളും സംഘടനകളും നീ പൊരുത്തപ്പെട്ടതായി ഖബൂൽ ചെയ്യണം റഹ്മാനെ. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖ് മശായിഖിന ഓക്കെ ഉസ്താദ് അവറുകളാൽ സ്ഥാപിക്കപ്പെട്ട ഈ മഹത്തായ സ്ഥാപനം അല്ലാഹുവേ നീ എന്നും ഖൈറും ബർക്കത്തും ഇൽമിൻ്റെ കേന്ദ്രവുമായി വളർത്തിത്തരണം റഹ്മാനെ. അവിടുത്തെ ദറജ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഉസ്താദുമാർ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്, ഞാൻ കുറേ വർഷങ്ങളോളം പഠിച്ച പുല്ലൂക്കര ഉസ്താദിൻ്റെ ആണ്ട് നടക്കുന്ന സമയമാണ്. അതേപോലെ ബഹുമാനപ്പെട്ട മർഹൂം കക്കിടിപ്പുറം ഉസ്താദിൻ്റെയും ആണ്ട് നടക്കുന്ന സമയമാണ്. അതുപോലെ നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരുപാട് മഹാന്മാർ, അവരെ അനുസ്മരിക്കുന്ന സമയമാണ്. അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും ഖബറിൽ നീ ദറജ ഏറ്റി കൊടുക്കണം റഹ്മാൻ. എൻ്റെ വന്യപിതാവ്, ഞാനൊരു പണ്ഡിതന്മാരുടെ തറവാട്ടിൽ ജനിച്ച ഒരുത്തനല്ല. എന്നെ ദർസിൽ പറഞ്ഞയച്ചത് കൊണ്ടാണ് എനിക്ക് അൽഹംദുലില്ലാ ഈ ഖുർആൻ ഈ നിലക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികളുടെ ഈ പൊള്ളത്തരങ്ങൾ കണ്ടെത്താനും അത് ഉമ്മത്തിൻ്റെ മുമ്പിൽ പറയാനുമുള്ള ചെറിയ അവസരം അള്ളാഹു തന്നത് എൻ്റെ ബാപ്പ എന്നെ ദർസിൽ പറഞ്ഞയച്ചതുകൊണ്ടാണ്. എൻ്റെ ബാപ്പ മരണപ്പെട്ടു പോയ മാസമാണ് ദുൽഖഅദ മാസം. അല്ലാഹുവേ, അവിടുത്തെ ഖബറിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങളെ മരിച്ചുപോയ ഉമ്മ ബാപ്പമാർ, ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ആര് മരിച്ചുപോയവരുണ്ട് അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ. അവരുടെ എല്ലാവരുടെയും പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം.